പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. ഒരു യുവാവ് തന്റെ പഠനമെല്ലാം പൂർത്തീകരിച്ച് തന്റെ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഒരു ഓഫീസിൽ ഇന്റർവ്യൂവിനായിട്ട് ഇരിക്കുകയാണ്. ആർട്സിലും സ്പോർട്സിലും എല്ലാം ഒന്നാമതെത്തിയതിന്റെ അംഗീകാരം കിട്ടിയതിന്റെ സന്തോഷം അദ്ദേഹത്തിന്. ഇതുവരെയും വന്ന വഴികളിലൊക്കെ നല്ല വിജയം നേടിയതുകൊണ്ട് ഈ ജോലി എനിക്ക് തന്നെ കിട്ടും എന്ന ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ മാനേജര് ഈ പേപ്പറുകളൊന്നും നോക്കാതെ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു: നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയെ ഒന്ന് കണ്ടിട്ട് അമ്മയുടെ കൈ ഒന്ന് നോക്കിയിട്ട് വരിക, എന്നിട്ടേ നമ്മുടെ ഇന്റർവ്യൂ പൂർത്തീകരിക്കും. അങ്ങനെ ഇവൻ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ ജോലി കിട്ടിയോ? ഇല്ല അമ്മേ. എന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു അമ്മയുടെ കൈ ഒന്ന് നോക്കിയിട്ട് വരാൻ. പെട്ടെന്ന് അമ്മ കൈ ഒന്ന് പുറകോട്ട് വലിച്ചു. എന്ത് ചെയ്താലും അമ്മ തന്റെ കൈ കാണിച്ചു. മോൻ ആവശ്യപ്പെടുകയാണ്, അമ്മയുടെ കൈ ഇത്രയും നാളുമായിട്ട് ഞാനൊന്ന് കണ്ടിട്ടില്ല. 10-25 വർഷം വരെയും അമ്മ എനിക്ക് വെച്ചു വിളമ്പി തന്നെങ്കിലും അമ്മയുടെ കൈ നോക്കിയിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു അമ്മയുടെ കൈ നോക്കിയിട്ട് വരും, അമ്മയുടെ കൈ ഒന്ന് കാണിക്കും. അങ്ങനെ നിർബന്ധപൂർവം അവൻ അമ്മയുടെ കൈ വലിച്ചു നോക്കിയപ്പോ അമ്മയുടെ കൈ വിണ്ട് ഉണങ്ങി, തൊലിയെല്ലാം ചുക്കിച്ചുഴഞ്ഞ്, അതുപോലെ കുറച്ചൊക്കെ വിണ്ട് കീറി, അതിങ്ങനെ പറഞ്ഞു പോരാൻ പാകത്തിന് അത്ര മോശമായിട്ടിരിക്കുന്നു. 25 വർഷത്തോളം ഇവനെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി അച്ഛൻ മരിച്ച അന്നു മുതല് അമ്മ പുറത്തിറങ്ങിയതാണ് പണിക്ക് വേണ്ടി. അമ്മയുടെ സഹനത്തിന്റെയും കഷ്ടതയുടെയും ഭാഗമായിട്ടാണ് അവൻ ഈ അംഗീകാരങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചത്. ഇത്രയും നാൾ അവൻ അതൊന്നും ചിന്തിച്ചിരുന്നില്ല. അവന്റെ കഴിവ്, അവന്റെ മിടുക്കെന്ന് ചിന്തിച്ചു. പക്ഷേ ഒന്നും അമ്മ അവനെ അറിയിച്ചിരുന്നില്ല. പിറ്റേ ദിവസം നേരെ ഇന്റർവ്യൂ നടത്തുന്ന മാനേജറുടെ മുമ്പിലേക്ക് ചെന്നു. സർ, അമ്മയുടെ കൈ ഞാൻ കണ്ടു. ഇന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എന്റെ കഴിവല്ല, മറിച്ച് എന്റെ അമ്മ എനിക്ക് വേണ്ടി സഹിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ എത്തിയത് എന്ന്. ഈ ലോകത്തിലെ അമ്മമാർ തന്റെ മക്കൾക്ക് വേണ്ടി ഇത്രമാത്രം സഹിക്കുമെങ്കിൽ, ത്യാഗങ്ങൾ എടുക്കുമെങ്കിൽ, ഈ ലോകത്തിന് തന്നെ സമ്മാനമായി നൽകിയിരിക്കുന്ന സർവശക്തനായ ആ ക്രിസ്തുവിന്റെ അമ്മ, പരിശുദ്ധ കന്യമറിയാം അമ്മ, തന്റെ മക്കൾക്ക് വേണ്ടി എത്രമാത്രം സഹിക്കുകയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പതിനിപ്പ് പെരുന്നാൾ. പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ ഉദരത്തിൽ ലോകരക്ഷകനായി ക്രിസ്തു പിറക്കുവാനിരിക്കുന്നു എന്നുള്ളത് ഗബ്രിയേൽ മാലാഖയിൽ നിന്നും അരുളപ്പാട് കിട്ടിയതായ ദിവസം. അമ്മ എന്താണ് നമ്മൾ സംസാരിക്കുന്നത്? മക്കളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തുന്നതിന് ഈ ലോകത്തിലെ അമ്മമാർക്ക് വളരെയേറെ പങ്കുള്ളതുപോലെ ആ പരിശുദ്ധ കന്യമറിയാം അമ്മ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? നമുക്കറിയാം, അമ്മ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം യേശു ക്രിസ്തുവിന്റെ ഉദരത്തിൽ വഹിക്കുവാനുള്ള അരുളപ്പാട് അത് അംഗീകരിക്കുകയാണ്. ദൈവഹിതത്തിന് സ്വയം വിട്ടുകൊടുക്കുന്ന അമ്മയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സന്തോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഒത്തിരി സന്തോഷിക്കുവാനുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ചതാണ് യേശുക്രിസ്തു തന്റെ ഉദരത്തിൽ പിറക്കണമെന്ന്. എന്നാൽ അമ്മയ്ക്ക് ആ ഭാഗ്യം സിദ്ധിച്ചപ്പോ സന്തോഷിക്കുവാൻ വലിയ അവസരം ഉണ്ടായപ്പോഴും അമ്മ ആ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സങ്കടപ്പെടുവാൻ ഒരുപാട് കാരണങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ക്രിസ്തുവിന് ജന്മം കൊടുക്കുന്നതിന് പോലും ഒരു ഇടം കിട്ടാതെ അലയേണ്ടി വന്നു അമ്മയ്ക്ക്. ഒരു കുഞ്ഞിന്റെ കാതുകുത്തുന്നത് പോലും കണ്ടു നിൽക്കുവാൻ തന്റെ അമ്മയ്ക്ക് സാധിക്കില്ല. യാതൊരു തെറ്റും ചെയ്യാത്ത ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്നത്, പീഡനം അനുഭവിക്കുന്നതൊക്കെ അമ്മയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് രേഖപ്പെടുത്തി. അമ്മ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നൽകുന്ന വലിയൊരു മാതൃക അതാണ്. സന്തോഷങ്ങളിൽ അമിതമായിട്ട് സന്തോഷിക്കാതെ, ദുഃഖങ്ങളിൽ അമിതമായിട്ട് ദുഃഖിക്കാതെ, എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് നമ്മെ വിട്ടുകൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ആനന്ദം ഉണ്ടാകുന്നത് എന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്റെ ഉള്ളം കർത്താവിൽ ആനന്ദിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത്. ആ കർത്താവിലെ ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷത്തോടെ, ആ ആനന്ദത്തോടെ, സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, കസന്തി സാക്കീസിന്റെ പ്രശസ്തമായിരിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ: ദൈവമേ, ഞാൻ എന്തായിരിക്കണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ ആക്കി തീർക്കണമേ. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ചോദിച്ച്
അത് നമ്മിൽ നിറവേറുവാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ വചനപ്പ് പെരുന്നാളിൽ അമ്മയുടെ ജീവിതത്തെ നമ്മിലേക്ക് സംശീകരിക്കാം. സന്തോഷങ്ങളിൽ അമിതമായി ആഹ്ലാദിച്ച് സന്തോഷിച്ച് മതിമറന്ന് നമ്മെ തന്നെ മറന്നു പോകുവാൻ ഇടവരാതെ, ദുഃഖങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും തളർന്നു വീണു പോകാതെ, മുമ്പോട്ട് പോകാൻ പറ്റാതെ നിന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാതെ, അമ്മ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ എന്റെ ദൈവം എല്ലാം നടത്തിക്കൊള്ളും, അവന്റെ കരകളിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. ക്രിസ്തു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് നൽകിയ ആ സമ്മാനം, ക്രിസ്തുവിനെ പോലുള്ള മകനായി മകളായി മാറുവാൻ തക്കവണ്ണം നമ്മെ ആക്കി തീർക്കുന്നതിന് വലിയ സമ്മാനം, അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കട്ടെ, നമുക്ക് അഭയമാകട്ടെ, ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.